ഓൺ ചെയ്യാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മരം മുറിക്കുന്ന മെഷീൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ് സംഭവം. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. അതായത് ഇതുപോലത്തെ ഗ്രൈൻഡർ ഉണ്ടാവില്ല, അതായത് കട്ടർ ഗ്രൈൻഡർ എന്നൊക്കെ പറയുന്നത് ഇതുപോലത്തെ ഗ്രൈൻഡറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധാരണ കട്ട് ചെയ്യാറാണ് പതിവ്, അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്യും. പക്ഷേ ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു മരം മുറിക്കുന്ന ആ ഒരു മെഷീനിലേക്ക് ആക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ മരം മുറിക്കുന്ന മെഷീനൊക്കെ ആണെങ്കിൽ നല്ല റേറ്റ് തന്നെ കൊടുക്കണം. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടർ ഉണ്ടെങ്കിൽ അത് മാത്രമല്ല നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മരം മുറിക്കുന്ന മെഷീൻ. അതായത് ഇതിൻ്റെ പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. ഇലക്ട്രിക് സോ ചെയിൻ കൺവേർട്ടർ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം. ഇത് നമ്മൾ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മരം മുറിക്കുന്ന മെഷീൻ, കറണ്ടിൽ മരം മുറിക്കുന്ന, അതായത് പെട്രോളോ ഡീസലോ ഒന്നും ഉപയോഗിക്കാതെ കറണ്ടിൽ മരം മുറിക്കുന്ന ഒരു മെഷീൻ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് നമ്മൾ അതിലേക്ക് ഫിക്സ് ചെയ്യുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ നമുക്ക് ആകെ ആവശ്യമുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കട്ടറാണ്, അതായത് ഇതുപോലത്തെ ഗ്രൈൻഡർ. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഇതുപോലത്തെ ഒരു ബ്ലേഡ്, അതായത് കട്ടർ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിക്കും, അതുപോലെ തന്നെ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് ഉപയോഗിക്കും. അതൊക്കെയാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷേ അതിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു സംഭവം ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ള സംഭവം. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ബോക്സ് നമുക്കൊന്ന് ഇവിടെയൊക്കെ എടുത്ത് വെക്കാം. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ആമസോണിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ്. ഈ ഒരു ബോക്സിലുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ചെയിൻ സോ കൺവേർട്ടർ ബ്രാക്കറ്റ് കിട്ടും. അതായത് 3 ഫില്ലിംഗ് ആംഗിൾ ഗ്രൈൻഡർ ഫോർ വുഡ് വർക്കിംഗ് ടൂള്. അതായത് നമ്മുടെ വുഡ് കട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്, അതായത് കൺവേർട്ടറാണ്, ഒരു കൺവേർട്ട് ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മൾ ജസ്റ്റ് നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്താ ഉള്ളതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ കണ്ടിട്ടില്ല, നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്തു എന്നുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് ഇത് വെച്ച് നോക്കാം. ഓക്കെ, നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പം സേഫായിട്ടൊക്കെ തന്നെ വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു ബോക്സ് ഒഴിവാക്കാം. ഇലക്ട്രിക് ചെയിൻ സോക്ക് സ്റ്റാൻഡ്, ഓക്കെ, കൺവേർട്ടർ സ്റ്റാൻഡ്. ഓക്കെ, ഇതിൽ ഇവരുടെ ഫോട്ടോ കൊടുത്ത് തന്നെ അതാട്ടോ, അതായത് കട്ടർ നമ്മുടെ കയ്യിലുള്ള അതേപോലത്തെ ഒരു കട്ടർ, അതിനുശേഷം അതിൻ്റെ അറ്റത്ത് നമ്മുടെ ഈ ഒരു മരം മുറിക്കുന്ന മെഷീൻ. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് അതിൽ വരുന്ന ചെയിൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ആ ബ്ലേഡായിട്ട് ഉപയോഗിക്കുന്ന ആ ചെയിൻ. അപ്പോൾ ഇത് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, നല്ല മൂർച്ചയാണ്. ഇതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടവിട്ട് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു മൂർച്ചയുള്ള ഭാഗമാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ചെയിനാണ് നമ്മുടെ അതിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ടോ, അടിപൊളി ഒരു ചെയിൻ ഉണ്ട്. ഇതിന് നല്ല ലെങ്ത് ഉണ്ട്, കുറച്ചൊക്കെ ലെങ്ത് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിലുള്ള ഒരു പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ സോ ആണ്. അതായത് ചെയിൻ സോ, അത് ആ ഒരു ചെയിൻ ഇതിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിലേക്കാണ് നമ്മൾ ആ ചെയിൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലത്തെ ഒരു നല്ല കുറച്ചൊക്കെ വെയിറ്റ് ഉള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു പീസാണ്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഇതിലുള്ളത് ഒരു കവറാണ്, അതായത് ഒരു പാഡ് ഉണ്ട്. അതായത് ആ ചെയിന് നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് സേഫായിട്ട് അതിനുള്ളിലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഡ്, ഒരു കവറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കൊരു പിടുത്തമുണ്ട്. അതായത് ഇതുപോലൊരു പിടുത്തമാണ്, നമുക്കറിയാമല്ലോ മരം മുറിക്കുന്ന മെഷീനൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പിടിക്കാനുള്ളൊരു പിടി ഉണ്ടാവില്ല, ആ ഒരു പിടി ഇതിലുണ്ട്. പിന്നെ നമ്മൾ ഇതിലുള്ളത് ഒരു ബഫിൾസോ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്. അതായത് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരമൊക്കെ മുറിക്കുന്ന സമയത്ത് അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫേസിലേക്കൊക്കെ തട്ടൂല. അതായത് നമ്മൾ ഗ്രൈൻഡറിലൊക്കെ ഒരു കവറായിട്ട് ഉപയോഗിക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അതായത് ആ ഒരു ചെയിൻ്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു പീസ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ടുള്ളത് ഒരു ബ്രാക്കറ്റാണ്. അതായത് ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രൈൻഡറിലേക്ക് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഭാഗമാട്ടത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നിലായിട്ട് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഓയിൽ ഒഴിച്ച് കൊടുക്കാനുള്ള ഒരു ബോട്ടിൽ കാണാം, ചെറിയൊരു ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ മൂടിയും അതിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു കവറിലുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഇതിൽ ജസ്റ്റ് 2 സ്ക്രൂവും കാര്യങ്ങളും കാണാം. അതുപോലെ തന്നെ ഇതിങ്ങനെ അതിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഭാഗവും കാണാം. ജസ്റ്റ് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ഈ ഒരു കിറ്റിലുള്ളത് ഇത് ഫിക്സ് ചെയ്യാനുള്ള കുറച്ച് സ്ക്രൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മാനുവലിൽ കാണിക്കുന്നത് തന്നെ കേട്ടോ, ഇത്രയും സംഭവങ്ങളുണ്ടാവും. ചെക്ക് ദ സ്പെയർ പാർട്സ് ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ഫുള്ളായിട്ടൊന്ന് നിരത്തി വെച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മാനുവലിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മാനുവൽ നോക്കിയിട്ട് അതേപോലെ അങ്ങോട്ട് ഫിറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്രൈൻഡർ എടുക്കാം, അതിന് ശേഷം ഇത് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഒരു ബ്ലേഡും കാര്യങ്ങളും, അതുപോലെ തന്നെ ബ്ലേഡ്, അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇതിൻ്റെ സേഫായിട്ട് ഈ ഒരു ക്യാപ്പ്, അതും നമുക്ക് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ബ്ലേഡ് ഇതേപോലെ ഇവിടെ പ്രസ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഊരി കൊടുക്കുക. ഓക്കെ, അത് നമ്മൾ ഒഴിവാക്കിയെടുത്തു. അപ്പോൾ ഇത് മാത്രമായി, നമ്മൾ empty ആയി. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ആദ്യം തന്നെ എടുക്കേണ്ടത് ഈ റബ്ബറിൻ്റെ ഒരു റിംഗ് ആണ്. അതായത് നമ്മൾ വാഷർ എന്നാണ് പറഞ്ഞിരുന്നത്, ഇത് റിംഗ് ആണ്, അതായത് ഈ സേഫ്റ്റി ആൻറ്റി സ്ലിപ്പ് റിംഗ്. അപ്പോൾ ഈ റിംഗ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ, കറക്റ്റാണ്, നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതേപോലെ വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിൽ വരുന്ന ഈ ഒരു ബ്രാക്കറ്റായിട്ട് വരുന്ന ഈ ഒരു ഭാഗം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ ഓയിലുള്ള ഭാഗം പുറത്തേക്ക് ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു സ്ക്രൂ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്, ഒരു എല്ലെങ്കി വരുന്നുണ്ട്. ആ എല്ലെങ്കി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്, കണ്ടോ, അടിപൊളിയായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ഒരു ബ്ലേഡ്, അതായത് ഈ ചെങ്ങല, ഈ ഒരു ചെയിൻ ഇതിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതായത് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, രണ്ടറ്റുണ്ട്. അതായത് നോർമൽ ഇത് ഒരു സൈഡിൽ ഇത് ഒരു കൂർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഭാഗം താഴേക്കാക്കി വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇത്രയും ഇവിടെ ബാലൻസ് ഉണ്ടാവും. ആ ബാലൻസ് ഉള്ള ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പോഷൻ ഇങ്ങോട്ട് തന്നെ വെക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു കാര്യം ഫിക്സ് ചെയ്യാനുണ്ട്. നേരത്തെ വെച്ചിരുന്ന ഈ ഒരു റിങ് ഉണ്ടല്ലോ, ഈ റിങ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന സമയത്തുള്ള ഈ രണ്ട് റിങ് ഉണ്ട്, അതായത് ഇതിലുണ്ടാകുന്ന ആ രണ്ട് റിങ്ങും ഇതേപോലെ ഒരു റിങ്ങും കൂടി ഉണ്ട്. ആ രണ്ട് റിങ്ങും നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു റിങ് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഗ്രൈൻഡറിലുള്ള ഈ റിങ് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ കിറ്റിൽ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ടാവും, ഇതുപോലത്തെ ഒരു സ്ക്രൂ ഉണ്ടാവും. അതായത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ക്രൂ, ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടും പോരുന്ന ഒരു സ്ക്രൂ കാണാം. ആ ഒരു സ്ക്രൂ നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പിലേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിപ്പോൾ ഇട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ചെയിനിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ചെയിൻ്റെ ഈ ഒരു ചെയിന്, ഈ ഒരു പാർട്ട് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇതിൽ നമുക്ക് കാണാം, ഇവിടെ 2 പോയിന്റ് കാണാം. ആ ഒരു പോയിന്റിലേക്ക് ഈ അഡ്ജസ്റ്റ് സ്ക്രൂവിൻ്റെ ആ ഒരു ഭാഗം ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് വെക്കുന്നതിന് മുമ്പ് ഈ ഒരു ഭാഗം, ഈ ഒരു ചെയിൻ്റെ ഈ ഒരു എക്സ്ട്രാ വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ കറക്റ്റായിട്ട് കിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്ക്രൂ കുറച്ച് ലൂസാക്കുക. അതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ, ആ ഒരു സ്ക്രൂ ഇതിലേക്ക് കറക്റ്റായിട്ട് കയറിയില്ലേ. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതിന് ശേഷം ഈ ഒരു അഡ്ജസ്റ്റ് സ്ക്രൂ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതോടുകൂടി ഇതിവിടെ ഫിക്സ് ആയിട്ടോ, അത് അടിപൊളിയായിട്ട് ഫിക്സ് ആയിട്ടുണ്ട്. ഇത്രയും അല്ല ചെയ്യാനുള്ളത്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് സ്ക്രൂ ചെയ്യണം. അതിന് മുമ്പ് ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്, ഇതേപോലെ ഒരു ക്യാപ്പ് ഉണ്ട്. അത് ഇതേപോലെ വെച്ച് കൊടുക്കണം. ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്യുക. അതിന് ശേഷം എല്ലെങ്കിൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് നമ്മളിവിടെ ഒരു പിടിയുണ്ട്, അതായത് ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതുപോലത്തെ ഒരു പിടിയുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കണം. കയ്യിലേക്കൊന്നും തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണിത്. അതായത് നമ്മളൊരു സേഫായിട്ട് നമ്മളിപ്പോൾ ഇത് പിടിക്കുന്ന സമയത്ത് ഇത് ഇവിടെയാണല്ലോ പിടിക്കുക. ആ ഒരു സമയത്ത് ഇതിൻ്റെ മരത്തിൻ്റെ പീസൊന്നും കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ ജസ്റ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്ക്രൂ ഇല്ലേ, അതായത് ഇതിൻ്റെ ഒരു ചെയിനും ഈ ഒരു കാര്യങ്ങൾ ചെയ്ത സ്ക്രൂ ഉണ്ട്, ഈ ഒരു ഗ്യാപ്പ് സ്ക്രൂ ചെയ്ത് ആ ഒരു സ്ക്രൂ അയച്ചെടുത്തതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നമ്മളതൊന്ന് അയച്ചെടുത്തതിന് ശേഷം അവിടെ ഒന്ന് ഫിക്സ് ചെയ്യാം.
അപ്പോൾ ഓക്കെ, നമ്മുടെ മരം മുറിക്കുന്ന മെഷീൻ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ സാധാ ഒരു ഗ്രൈൻഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കട്ടിംഗ് വീൽ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ ഒരു സംഭവം ഫിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അതായത് കണ്ടു കഴിഞ്ഞാൽ പക്ക നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ചെറിയ, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മരം മുറിക്കുന്ന മെഷീനിൽ ചെറിയൊരു മെഷീനായിട്ടേ തോന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് കറണ്ടിൽ കുത്തിയിട്ട് നമുക്ക് ഇനി ഉപയോഗിച്ച് നോക്കണം എത്രത്തോളം ഇതിന് പവർ ഉണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം നല്ല രീതിയിൽ കട്ടാവുന്നുണ്ട് എന്നൊക്കെ നോക്കണം. അപ്പോൾ ഇനിയൊന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ, എന്ത് കുറച്ച് ടൈറ്റായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റോ കണ്ടോ, ഇതുപോലെ കറങ്ങുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കാരണം എവിടെയെങ്കിലും ടൈറ്റായി കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് ഇതേപോലെ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മരങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു അടപ്പ് ഊരുക. അതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ഓയിൽ ഈ ഒരു ലെവലിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ അടപ്പ് അവിടെ തന്നെ വെക്കാം. അപ്പോൾ ഇനി നമ്മൾ കറണ്ടിൽ കുത്തിയതിന് ശേഷം ഇതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഗ്രൈൻഡറിൻ്റെ സ്വിച്ചും കൂടി ഓൺ ചെയ്യാണ്. കണ്ടോ, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഭയങ്കര ഡേഞ്ചർ ആട്ടോ. അതായത് നമ്മൾ ഇത്രയും അടുത്താണ് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു ചെയിനും കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല ഡേഞ്ചറാണ്. ജസ്റ്റ് കൈ തട്ടിയ കഴിഞ്ഞാൽ കട്ടറിനേക്കാളും ഡേഞ്ചറാണ്. ഇത്രയും ലെങ്ത്തിൽ നമ്മൾ എവിടെ തട്ടി കഴിഞ്ഞാലും വൻ പ്രശ്നമായിരിക്കും കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് സേഫായിട്ട് വേണം ഉപയോഗിക്കാൻ. ജസ്റ്റ് ഇത് ഓണാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് പേടിച്ചു പോയി. ഓക്കെ, നല്ല പവറിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ, മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഓയിൽ കൊടുത്തതിന് ശേഷം മാത്രമേ വർക്ക് ചെയ്യിപ്പിക്കാവൂ, എങ്കിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അടിപൊളിയാണ്. അപ്പോൾ ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് മരങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് മരത്തിൻ്റെ പീസ് എടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് നോക്കണം. കണ്ടോ, ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല കേട്ടോ. സാധാരണ ഇതിപ്പോൾ നേരത്തെ മുറിഞ്ഞു വെക്കാത്തതാണ് ഈ ഒരു തോല അവിടെ ഉണ്ടായിട്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കട്ടാവുന്നുണ്ട്. ഇതിപ്പോൾ നല്ല വലുപ്പത്തിലുള്ളൊരു നല്ല തേക്കിൻ്റെ ഒരു പീസാണ്, അതായത് ഉണങ്ങിയ പീസാണ്. ഇതേപോലെ പച്ചമരം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി കേട്ടോ. ഇത് കണ്ടോ, എത്ര സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് പീസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഏതായാലും ഒരുപാട് മരത്തിൻ്റെ ചെറിയ ചെറിയ പീസൊക്കെ മുറിച്ചു. അപ്പോൾ ഇനി വലിയൊരു മരം ഉണ്ട് കേട്ടോ, അതും കൂടി നമുക്ക് മുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ മരം പോയിട്ട് വെട്ടുന്നൊന്നുമില്ല. ഇനി അങ്ങനെ പ്രശ്നം വേണ്ട കേട്ടോ. മരം ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് മരം മുറിച്ച് എന്നുള്ള പ്രശ്നം വേണ്ട. അതുകൊണ്ട് നമ്മൾ സാധാ ഇവിടെ ഉള്ള മരം തന്നെയാണ് മുറിക്കുന്നത്. ഇതും കുറച്ചൊക്കെ പച്ച മരം തന്നെ കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. ജസ്റ്റ് നമ്മൾ ഓൺ ചെയ്യുക, അത്രയേ ഉള്ളൂ. സേഫായിട്ട് ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തേക്ക് വിചാരിച്ചിരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രത്യേക ഒരു നമ്മൾ സാധാരണ കട്ടറിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതൊരു നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലോ. ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് മുറിയോ, അതായത് നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിൽ തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ അതൊക്കെ റെഡി ആട്ടോ, അടിപൊളിയായിട്ട് നമ്മൾ എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. കാരണം അത്രയ്ക്ക് ഫിക്സ് ആയിട്ട് ഇത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ചെയ്യാം. കട്ട് അടിപൊളിയായിട്ട് കട്ടായിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ കട്ടായ ഭാഗം. ഇതാട്ടോ, അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം.
കണ്ടോ എത്രത്തോളം ഫിനിഷായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മൾ വിചാരിച്ച ആ ലെവലിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലേക്ക് ചിലപ്പോൾ ഇതുപോലത്തെ ഗ്രൈൻഡർ മെഷീൻ, അതായത് കട്ടർ മെഷീനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതുപോലെ മരങ്ങൾ മുറിക്കാൻ, മരങ്ങൾ എന്നല്ല ചെറിയ ചെറിയ മരപ്പീസുകൾ, നമ്മൾ ഇപ്പോൾ വീഡിയോയിൽ കണ്ട പോലത്തെ ചെറിയ ചെറിയ മരത്തിൻ്റെ പീസുകളൊക്കെ മുറിക്കാനൊക്കെ ഉണ്ടാവും. അതൊക്കെ വളരെ സിമ്പിളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ നമ്മുടെ വീട്ടിലൊന്ന് വാങ്ങി വെക്കുകയാണെങ്കിൽ ഉണ്ടാവും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രേക്ഷകർക്ക് അതൊരു ഉപകാരമാകും എന്ന പ്രതീക്ഷയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു സാധനം വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ അടിപൊളിയായിട്ട് 1201 രൂപ ഇതിന് വില. ഏതായാലും അടിപൊളിയായിട്ടുണ്ട്. പക്ക നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സാധാരണ മരം മുറിക്കുന്ന മെഷീൻ, ആ ഒരു മെഷീനറിയിൽ നിന്ന് അതിൻ്റെ ചെറിയൊരു മിനി മെഷീനറി എന്നേ തോന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇതിൽ കറണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ പെട്രോളും കാര്യങ്ങളൊക്കെ അല്ല ചെയ്യല്. ഇത് ജസ്റ്റ് നമ്മൾ സാധാരണ ഡ്രില്ല് ഉപയോഗിക്കുന്നത് പോലെ തന്നെ കറണ്ടിലൊക്കെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അടിപൊളി തന്നെ കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരങ്ങൾ ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്താ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളൊക്കെ അറിയിക്കുക. എന്തൊക്കെയാണ് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് വീണ്ടും വരും. അതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.